ശ്രീ സതീഷ് വസന്ത്, തൃശൂർ പൂരത്തിന് മത രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നാണ് ദേവസ്വം മന്ത്രി വി എൻ വാസവന്റെ പ്രസ്താവന. രാഷ്ട്രീയ ചിഹ്നങ്ങൾ പാടില്ല എന്നുള്ളത് 100% ശരിയാണ്. പക്ഷേ തൃശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ പാടില്ല എന്ന് പറയാൻ എന്താണ് അവകാശം? തൃശൂർ പൂരം വിശ്വാസികളുടെയാണ്, ഹൈന്ദവ വിശ്വാസം അനുസരിച്ച് നടത്തുന്നതാണ്. അവിടെ മഹാദേവനും ശ്രീരാമനും ദേവിയും ഓംകാരമന്ത്രവും കാവിക്കൊടിയുമൊക്കെ ഉയരും. അത് തടയാൻ എന്താണ് ഭരണകൂടത്തിന് അവകാശം? ഇന്നലെ ശ്രീ വാസവൻ മിനിസ്റ്റർ പറഞ്ഞാണ് നിങ്ങളൊരു വിവാദമാക്കിയിരിക്കുന്നത്. അത് ആര് പറഞ്ഞത്? ഒരു CPM മിനിസ്റ്റർ പറഞ്ഞുകൊണ്ടാണ് നിങ്ങളിതെല്ലാം വിവാദമാക്കിയിരിക്കുന്നത്. അത് അദ്ദേഹം ഒരു ഹിന്ദു അല്ലേ? അദ്ദേഹം ഒരു മിനിസ്റ്റർ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത് രോഹിണി നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ടതെന്ന് പറയുന്നത് അവിടെ ഹൈന്ദവൻ്റെ ക്ഷേത്രമാണെങ്കിലും അതൊരു ലോക പ്രശസ്തമായ പൂരമാണ്. അതൊരു സാംസ്കാരിക നഗരമാണ് തൃശ്ശൂർ എന്ന് നിങ്ങൾക്കറിയാലോ. ആ തൃശ്ശൂർ നഗരത്തിൽ നടക്കുന്ന പൂരം എന്ന് പറയുന്നത് ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമല്ല, പക്ഷേ നടക്കുന്നത് നമ്മളെ വിശ്വാസം കൊണ്ടാണ്. ആണെങ്കിൽ പോലും അവിടെ നടക്കുന്ന പൂരം എന്ന് പറയുന്നത് അത് ക്രിസ്ത്യൻ ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ഹിന്ദുക്കളായിരുന്നാലും വളരെ ആവേശത്തോടുകൂടി അവിടുത്തെ തൃശ്ശൂർ കേരളത്തിലെ മാത്രമല്ല ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അതിനെ നോക്കിക്കാണുന്നതാണ്. അതിൻ്റെ ഫലമായിട്ടാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞിട്ടുള്ളത് നമുക്കൊരു വേണ്ട രാഷ്ട്രീയ ചിഹ്നങ്ങളോ മതചിഹ്നങ്ങളോ അതിന് ഇത്ര വിവാദമാക്കണമെന്നേ. നിങ്ങൾ വിവാദമാക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യത്തെ പൂരം നിങ്ങൾക്കറിയാമല്ലോ. അന്നാണ് എന്താണ് പറഞ്ഞത്? അന്ന് സുരേഷ് ഗോപി അല്ലെങ്കിൽ BJPക്ക് ഒരു സീറ്റ് കൊടുക്കാൻ വേണ്ടിയാണ് CPMും BJP ആയിട്ട് സഖ്യം ചെയ്യുന്നതാണ്. അങ്ങനെയല്ല അവിടെ ഉണ്ടായിട്ടുണ്ടോ? അവിടെ ചെറിയൊരു പ്രശ്നം. ഇത്രയും കടലോട് കിടക്കുന്ന സ്ഥലത്ത് ഒരു മൂലയിൽ നടന്ന ഒരു സംഭവത്തിനെ ഒരു പർവ്വതീകരിച്ചാണ് ബാക്കിയുള്ളവർ വന്നത്. അപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞത് ഇതൊരു വിവാദമാക്കേണ്ടതെന്നേ. ബഹുമാനപ്പെട്ട വിജി തമ്പി സാറൊക്കെ പറയുന്നതായിട്ട് ഒരു CPMൻ്റെ മന്ത്രി അദ്ദേഹം ഇത് CPM കയ്യിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ നടത്തുന്നതെന്നൊക്കെ പറഞ്ഞാൽ എന്താ സാറേ? വിജി തമ്പി സാറിനെ പോലത്തെ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയാമോ? ഞാനും താങ്കളും എല്ലാം തിരുവനന്തപുരത്തെ ഒരു മഹാക്ഷേത്രത്തിൽ ദിവസവും തന്നെയാണ്. ഞാൻ ഇടതുപക്ഷക്കാരനാണ്. ആ ഇടതുപക്ഷക്കാരനെ എനിക്ക് അമ്പലത്തിൽ വയ്ക്കൂടെ? അവിടെ എന്തിനാണ് ഒരു മതചിഹ്നം വന്നത്? അത് വരാൻ പാടില്ലെന്ന് സാറ് തന്നെ പറയുന്നു. അവിടെ ഈ എണ്ണയും പൂവൊക്കെ സാറേ അത് ലേലം ചെയ്ത് കൊടുക്കുന്നതിന് അവിടെ എവിടെയാണ് അഹിന്ദുക്കൾ വരുന്നത്? ആ ക്ഷേത്രത്തിൽ എവിടെയാണ് ഒരു വേറൊരു ജാതിക്കാർ വരുന്നത്? അല്ല മതക്കാർ വരുന്നത്? അവിടെ ഹിന്ദുക്കളല്ലേ നടത്തുന്നത്? സാറ് എന്താണ് അത് പറയുന്നത്? അതൊക്കെ ഒരു വിവാദമാക്കുന്നത്. നമ്മളൊക്കെ ഇപ്പം ശബരിമല അവിടെ എന്താണ് തത്വമസി എല്ലാ മതവിഭാഗങ്ങളും അവിടെ വന്നില്ലേ? ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാല ഇടുന്നത് ഒരു മതവിഭാഗം മാത്രമാണോ സാറേ? അതിന് സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? അവിടെ കുടിവെള്ളം കൊടുക്കുന്നവരാണ്. അവിടെ ഈ വരുന്ന ഭക്തജനങ്ങൾക്കെല്ലാം സൗകര്യം ചെയ്ത് കൊടുക്കുന്നത് മുസ്ലിം വിഭാഗത്തിൻ്റെ വീട്ടിലാണ്. രോഹിണി ഇതൊന്നും ഒരു ശരിയായ നടപടിയൊന്നുമല്ല. ഈ പൂരത്തിൽ ഞാൻ ഒരു കാര്യം പറയട്ടെ, എന്തിനാണ് നിങ്ങൾ കാവിക്കൊടി കെട്ടുന്നത്? ഹിന്ദുക്കളെ മാത്രമാണോ? ഞാൻ ഹിന്ദുവാണ്. ഞാൻ വിശ്വസിക്കുന്ന പ്രസ്ഥാനം എന്ന് പറയുന്നത് ഇടതുപക്ഷ പ്രസ്ഥാനമാണ്. ഞാൻ രാവിലെ അമ്പലത്തിൽ വന്നതിന് ശേഷമാണ് ഞാൻ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൽ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഇടതുപക്ഷ പ്രസ്ഥാനം ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ അമ്പലത്തിൽ പോകില്ലെന്ന്. അതുപോലെ തന്നെ എല്ലാ മതവിഭാഗത്തിലും നിങ്ങൾ മാത്രമാണ് എങ്ങനെയാണ് പറയുന്നത്? BJPക്ക് എന്താണ് ഇതിൻ്റെ അകത്തൊരു അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് കാവിക്കൊടി വേണമെന്ന് എവിടെയാണ് പറഞ്ഞിട്ടുള്ളത്? അപ്പോൾ ഇതൊക്കെ നിങ്ങൾ പറയുന്നത് നിങ്ങളുടെ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ ഒരു പരിപാടി ഇറക്കുമെന്ന് ചെയ്തോളൂ. സാറ് എന്നെയും കാട്ടി പ്രായമുള്ളതാണല്ലോ വിജി തമ്പി സാറേ. പണ്ട് സാംബശിവനും കൊല്ലം ബാബുവും ഒക്കെ നമ്മളെ ക്ഷേത്രങ്ങളിൽ വന്ന് രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള കഥാപ്രസംഗങ്ങളല്ലേ നടത്തുന്നത്. അവിടെ അപ്പോഴൊന്നും നമുക്ക് തോന്നിയിട്ടില്ലല്ലോ സാറേ അവിടെ ഒരു മതവിഭാഗത്തിൻ്റെ ആണെന്ന്. അപ്പം സാറിനെ പോലത്തെ ആൾക്കാർ ഒരിക്കലും ഇതിനെ പർവ്വതീകരിക്കല്ല. ഇതൊരു രാഷ്ട്രീയമല്ല. ഇപ്പോൾ വാസവൻ പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം CPMൻ്റെ MLA ആയിട്ടാണ് വന്ന് അദ്ദേഹം ദേവസ്വം മന്ത്രിയായിട്ടുള്ളത്. അദ്ദേഹം അങ്ങനെ ഒന്നും ഉദ്ദേശിച്ചല്ല പറഞ്ഞത്. ഇത് ഭംഗിയായിട്ട് നടക്കാം. ലോകത്ത് കേരളം എന്നുള്ള ഒരു സംസ്ഥാനം നമുക്ക് ജാതീയമായോ മതമായിട്ടോ നമ്മൾ ഇലക്ഷന് നിൽക്കുമ്പോൾ നമ്മളതൊക്കെ വരാം. പക്ഷേ ഒരു സാംസ്കാരിക ഒരു അമ്പലത്തിലോ അല്ലെങ്കിൽ പള്ളിയിലോ അല്ലെങ്കിൽ ചർച്ചിലോ ഒക്കെ നടക്കുമ്പോഴത്തെ നമ്മളെല്ലാം അവിടെ ഇപ്പോൾ വെട്ടുകാട് പള്ളി നിങ്ങളൊന്ന് ആലോചിച്ചു. വെട്ടുകാട് പള്ളിയിൽ അവിടെ ക്രിസ്ത്യൻസ് മാത്രമാണ് പോകുന്നത് രോഹിണി? അവിടെ ആണോ? അവിടെ എല്ലാ മതവിഭാഗത്തെ ആൾക്കാരും പോകില്ലേ? നമ്മളെ ഹിന്ദുക്കൾ മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചയും അവിടെ വെട്ടുകാട് പള്ളിയിൽ പോവും, തൊട്ടടുത്തുള്ള ഭീമാ പള്ളിയിൽ പോവും.
അപ്പോൾ ഇതൊക്കെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ മതത്തിനെ അതിന് കൂട്ടിക്കലർത്തൽ, ദയവ് ചെയ്ത് കൂട്ടിക്കലർത്തൽ. തൃശ്ശൂർ പൂരം എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും കാണുന്ന ഒരു സാംസ്കാരിക സമ്മേളനം പോലെ നടത്തുന്ന ഒരു പരിപാടിയാണ് തൃശ്ശൂർ പൂരം. ആ തൃശ്ശൂർ പൂരത്തിന് അവിടെ ഒരു വ്യത്യാസമുണ്ട്. അതൊരു സാംസ്കാരിക പരിപാടിയേ അല്ല. ആരാണ് പറഞ്ഞത്? ഹൈന്ദവ ആചാരങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. ആഴ്ചകൾക്ക് മുൻപ് തന്നെ അതിന്റെ നടപടിക്രമങ്ങളും പൂജാവിധികളും പൂജാതി കാര്യങ്ങളെല്ലാം വരും. അതാണ് ഞാൻ നിങ്ങൾ പറഞ്ഞത്. ഇപ്പൊ ആറ്റുകാൽ ക്ഷേത്രം എന്ന് പറയുന്നത് ആറ്റുകാൽ അമ്മയുടെ പൊങ്കാല. പക്ഷേ പൊങ്കാല വരുന്നത് ആറ്റുകാൽ ഹിന്ദുക്കൾ മാത്രമാണോ? അല്ല, മനസ്സിലാക്കണം. തൃശ്ശൂർ പൂരത്തിന് ഞാൻ പറഞ്ഞു, തൃശ്ശൂർ പൂരത്തിന് മതചിഹ്നങ്ങൾ മാറ്റണമെന്ന് പറഞ്ഞാൽ തെറ്റെന്താ? ഒരു രാഷ്ട്രീയ പാർട്ടിയിലെ ഇതും അവിടെ വരണ്ട. ശ്രീ സതീഷ് പക്ഷേ അവിടെ ഇതൊരു സാംസ്കാരിക പരിപാടിയാണ് എന്ന് പറയാൻ പറ്റില്ല. രണ്ടുപേരിലേക്കും എത്താം. ശ്രീ വിജി തമ്പിയിലേക്കും ശ്രീ പ്രഞ്ജു മഹാദേവിയിലേക്കും എത്താം.